അടുത്തതായിട്ട് യെഹെസ്കേൽ പുസ്തകം, യെഹെസ്കേൽ അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ 22 അതിൻ്റെ 30-ാം വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. വളരെ നമുക്ക് പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 21, 22 അധ്യായങ്ങളിലെ യെരുശലേമിനെതിരായിട്ടുള്ള ദൈവികമായിരിക്കുന്ന അരുളപ്പാടാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം വീണ്ടെടുത്ത തൻ്റെ ജനം ജാതികളെക്കാൾ മ്ലേച്ഛമായിരിക്കുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവം അവരെ ന്യായം വിധിക്കും എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കുറവുകളെ, പാപങ്ങളെ ഏറ്റുപറയുകയാണ്. അതിനുശേഷം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവിക ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പാപത്തിന്റെ ഒരു വർഗീകരണം, ആരൊക്കെയാണ് പാപം ചെയ്തത് എന്ന് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് 4 കൂട്ടം ആൾക്കാരെ കാണുവാൻ കഴിയും. അതിൻ്റെ 25ഉം 28ഉം വാക്യങ്ങളിൽ പ്രവാചകന്മാരുടെ പാപങ്ങളെ എടുത്തു പറയുന്നതായിട്ട് കാണാം. അതിൻ്റെ 26-ാം വാക്യത്തിൽ പുരോഹിതന്മാരുടെ പാപത്തെ എടുത്തു പറയുന്നതായിട്ട് കാണാം. അതിൻ്റെ 27-ാം വാക്യത്തിൽ അതിലെ പ്രഭുക്കന്മാരെ കുറിച്ച് എടുത്തു പറയുന്നതായിട്ട് കാണാം. അതിനുശേഷം അതിൻ്റെ 29-ാം വാക്യത്തിൽ ദേശത്തിലെ ജനത്തെക്കുറിച്ച്, അവരുടെ പാപങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം വേർതിരിച്ച തൻ്റെ ജനമാക്കിയ ഇസ്രയേൽ അവർ പാപം ചെയ്യുന്നു. മാത്രമല്ല അവരെ ദൈവിക ആലോചന പറഞ്ഞു കൊടുക്കേണ്ട പ്രവാചകന്മാർ പാപം ചെയ്യുന്നു. മാത്രമല്ല ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി നിന്നുകൊണ്ട് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാർ പാപം ചെയ്യുന്നു. അവരുടെ പ്രഭുക്കന്മാർ, അവരെ നയിക്കേണ്ട നേതാക്കന്മാർ പാപം ചെയ്യുന്നു. മാത്രമല്ല അവരുടെ സാമാന്യ ജനം, അവരൊക്കെയും പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരോടുള്ള ബന്ധത്തിൽ പിന്നീടാണ് 30-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ കാണുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. അതിനുശേഷം 31-ാം വാക്യത്തിൽ വളരെ ദുഃഖകരമായിരിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം ഒരുവനെ ആഗ്രഹിച്ചു, അന്വേഷിച്ചു, എന്നാൽ കണ്ടില്ല താനും എന്നുള്ള ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന വാക്യമാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ വലിയൊരു ആവശ്യത്തെയാണ് ഈ വാക്യത്തെ ഊന്നിക്കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന്റെ മധ്യത്തിൽ, ദൈവസഭയുടെ മധ്യത്തിൽ ചിലരെ ദൈവം ഇതുപോലെ ഇടിവിൽ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവിക ക്രോധത്തിൽ നിന്ന്, ദൈവിക ന്യായവിധിയിൽ നിന്ന് ദേശത്തെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ചാർച്ചക്കാരെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ഭവനക്കാരെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ ചാർച്ചക്കാർക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിലരെ ദൈവം അന്വേഷിക്കുക. ഞാൻ പെട്ടെന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടിവിൽ നിന്ന് ചിലരെ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 106-ാം സങ്കീർത്തനം അതിൻ്റെ 22ഉം 23ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 106-ാം സങ്കീർത്തനം അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ. മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവന്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇവിടെ നമുക്ക് ദൈവക്രോധത്തെ ശമിപ്പിക്കുവാൻ തക്കവണ്ണം, ഇസ്രയേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം പിളർപ്പിൽ നിന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ കഴിയും. ഈ സംഭവവികാസങ്ങൾ
പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 32-ാം അധ്യായത്തിൽ മോശ സീനായി പർവ്വതത്തിലാണ്, 31-ാം അധ്യായത്തിൽ മോശ സീനായി പർവ്വതത്തിലാണ്, ദൈവസന്നിധിയിൽ താൻ ആയിരിക്കുകയാണ്. എന്നാൽ തങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു കൊണ്ടുവന്ന മോശ വരുവാൻ താമസിച്ചത് കണ്ട് ആ ഇസ്രായേൽ ജനം തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അഹ്റോന്റെ ഇരിക്കൽ ചെല്ലുകയും തങ്ങളുടെയും തങ്ങളുടെ കുഞ്ഞുകുട്ടികളുടെ ഒക്കെ സ്വർണം പറിച്ച് അവർ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിന്റെ മുമ്പിൽ ഏറ്റവും ഉത്സാഹത്തോടുകൂടി നമസ്കരിച്ച് പാടുകയാണ്, ഞങ്ങളെ വീണ്ടെടുത്തു കൊണ്ടുവന്ന ദൈവമാണിത്. അവരെ യഥാർത്ഥമായി വിടുവിച്ച ദൈവത്തെ മറഞ്ഞു കളഞ്ഞുകൊണ്ട് അവർ ഒരു ബിംബത്തെ ആരാധിക്കുകയാണ്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ മോശയോട് ദൈവം പറയുന്നു, മോശ അതിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 32-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നുവെന്ന് കണ്ടു, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിച്ചു കളയേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറുവാൻ മാത്രമല്ല മോശയ്ക്ക് വലിയൊരു ഓഫർ നൽകുകയാണ്. ഞാൻ അവരെ ദഹിപ്പിച്ചു കളയും, നശിപ്പിച്ചു കളയും, എന്നാൽ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. എന്നാൽ മോശയ്ക്ക് അതിന് യാതൊരു താല്പര്യവുമില്ല. തന്റെ സഹോദരവർഗം നശിച്ചു പോവുകയും താൻ വലിയൊരു ജാതിയായി തീരുകയും ചെയ്യുക എന്നുള്ള ആ വലിയ ഓഫർ സ്വീകരിക്കുവാൻ മോശയ്ക്ക് താല്പര്യമില്ല. താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം, അവൻ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണ്, അവൻ ഇടിവിൽ നിൽക്കുകയാണ്. മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ അവർക്ക് വിരോധമായി ഇങ്ങനെ കോപിക്കുന്നത് എന്ത്? നീ അവരെ നശിപ്പിച്ചു കളയുന്നത് എന്ത്? അനുതപിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. മോശ ദൈവസന്നിധിയിൽ തനിക്ക് ലഭിക്കാമായിരുന്ന ആ വലിയ ഓഫർ തിരസ്കരിച്ചുകൊണ്ട് ആ ജനത്തിനു വേണ്ടി താൻ വീണ്ടെടുത്തു കൊണ്ടുവന്ന ഇസ്രായേലിന് വേണ്ടി ആ ദൈവക്രോധത്തിനു മുമ്പിൽ ഇടിവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. തനിക്കും തന്റെ ഭവനത്തിനും വലിയൊരു കാര്യമാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എന്റെ ജനം, അതെ ഞാൻ വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ, അവര് നശിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഇടിവിൽ നിൽക്കുകയാണ്. അതെ, നാം മുമ്പോട്ട് വായിക്കുമ്പോൾ ദിനവൃത്താന്തം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യം മോശ തന്നെ തന്റെ വാക്കുകളിലൂടെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു. അതിന്റെ 18-ാം വാക്യത്തിൽ, പിന്നെ യഹോവയെ കോപിപ്പിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവൻ അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീണു കിടന്നു. ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. അതെ, തന്റെ ജനത്തെ വിടുവിക്കുവാൻ തക്കോണം ദൈവസന്നിധിയിൽ 40 പകലും 40 രാവും വീണു കിടക്കുന്ന മോശ ദൈവക്രോധത്തെ ശമിപ്പിക്കുവാൻ, തന്റെ ജനത്തെ വിടുവിക്കുവാൻ, ദൈവം അനുതപിക്കുവാൻ കൊണ്ടിടയാക്കിയത് മോശ ആ ഇടിവിൽ നിന്നത് കൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നത്, അഹ്റോനെ നശിപ്പിക്കുമാറ് അവന്റെ നേരെ യഹോവ ഏറ്റവും കോപിച്ചു. എന്നാൽ ഞാൻ അന്ന് അഹ്റോന് വേണ്ടിയും അപേക്ഷിച്ചു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല, തന്റെ സഹോദരനായിരിക്കുന്ന അഹ്റോന് വേണ്ടിയും അപേക്ഷിക്കുന്ന ഒരു മോശയെ നമുക്ക് കാണുവാൻ കഴിയും. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ 40 രാവും 40 പകലും വീണു കിടന്നു. ദൈവസന്നിധിയിൽ വീണു കിടക്കുന്ന ഒരു മോശ ആർക്ക് വേണ്ടിയാണ്? മോശയ്ക്ക് വലിയൊരു ഓഫർ ലഭിച്ചു, നിന്റെയും നിന്റെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം. എന്നാൽ മോശ അതല്ല ആഗ്രഹിച്ചത്. തന്റെ സഹോദരന്മാർ, താൻ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ ജനം, അവർ വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മോശ. രണ്ടാമതായിട്ട് മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, മോശയും അഹ്റോനെയും കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം, അവിടെ
16-ാം അധ്യായം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. തുടക്കത്തില് അവിടെ കോരഹും അബീരാമും ദാദാനും ഒക്കെ ദൈവദാസനായിരിക്കുന്ന മോശയ്ക്ക് എതിരായിട്ട് മത്സരിക്കുകയും അതിനുശേഷം ദൈവിക ക്രോധം അവരുടെ മേൽ വരികയും അവരെ ദൈവം ഭൂമി പിളർന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്തു. അവരുടെ കുടുംബങ്ങളോടുകൂടി അവരുടെ സമ്പത്തോടുകൂടെ തന്നെ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ ഗുണം കഴിയും. എന്നാൽ അടുത്ത ദിവസം അതിൻ്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിറ്റേന്നാൾ ഒരു ദിവസം പോലും താമസിച്ചില്ല. ദൈവ ക്രോധത്തെ അവർ നേരിട്ട് കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ജനമെല്ലാം മോശയ്ക്കും അഹരോനും എതിരായിട്ട് പിറുപിറുക്കുകയാണ്. അധികം താമസമൊന്നും വന്നില്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തതേ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ അവർ മോശയ്ക്കും അഹരോനുമായി പിറുപിറുക്കുന്നു. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയിൽ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അവർ കമിഴ്ന്നു വീണു. മോശയോട് അഹരോനോട് പറയുകയാണ്, ഈ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ ഇവരെ ക്ഷണത്തിൽ സംഹരിക്കും. അവർക്ക് അവിടെ വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഞാൻ രക്ഷിക്കും, ഈ ജനത്തെ ഞാൻ നശിപ്പിച്ചു കളയുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണ് കിടക്കുന്ന ഒരു മോശയും അഹരോനും അനേക പ്രാവശ്യം അതേ ഇസ്രായേൽ ജനം പുറപുറത്തപ്പോൾ ദൈവിക ക്രോധം വന്നപ്പോൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന അവിടെ കവിണ് വീണ ഒരു മോശയെ നമുക്ക് കാണുവാൻ ഗുണം കഴിയും. ഇവിടെ അതിനുശേഷം 46-ാം വാക്യത്തിൽ മോശ അഹരോനോട് പറയുന്നുണ്ട്, നീ വേഗം ചെന്ന് ധൂപകലശം എടുത്ത് അതിൽ യാഗപീഠത്തിലെ ധൂപവർഗം ഇട്ട് സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുക. ആർക്കെതിരായിട്ടാണ് ഇവർ പിറുപിറുത്തത്? ആർക്കെതിരായിട്ടാണ് ഇവർ മത്സരിച്ചത്? മോശയ്ക്കും അഹരോനും എതിരായിട്ടാണ്. അവരെ നശിപ്പിക്കുവാൻ ദൈവം ആലോചിച്ചപ്പോൾ എൻ്റെ സഹോദരന്മാർ, ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവർ ഒരിക്കലും നശിച്ചു പോകണമെന്ന് മോശ ആഗ്രഹിച്ചില്ല. മറിച്ച് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മോശയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 47-48 വാക്യത്തിലേക്ക് വരുമ്പോൾ 47 മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി വാദ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. അവിടെ ബാധ തുടങ്ങി. അനേകായിരങ്ങൾ മരിച്ചു വീണു. 14,700 പേർ മരിച്ചു വീണു. ഇവിടെ മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ തീയിട്ടുകൊണ്ട് മരിച്ചവർക്കും ജീവനുള്ളവർക്കും മധ്യേ അവർ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തത് അഹരോന്റെ മരണമാണ്. ദൈവം ഓരോരുത്തരെ സംഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് മരിച്ചു വീഴുന്നു, മറുവശത്ത് ജീവനുള്ളവർ. എന്നാൽ അവർക്ക് മധ്യത്തിലായി പ്രായശ്ചിത്തം കഴിക്കുവാൻ ധൂപകലശം എടുത്തുകൊണ്ട് അഹരോൻ നിൽക്കുകയാണ്. ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ, എൻ്റെ ജനത്തിന് വേണ്ടി അതേ ഇടിവിൽ നിൽക്കുന്ന ഒരു അഹരോനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവർക്ക് പിന്മാറുവാൻ, അവർക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗമൊക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് മാറുക, ഞാൻ അവരെ നശിപ്പിക്കും. എന്നാൽ മോശയ്ക്കും അഹരോനും അത് അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹമില്ല. തങ്ങൾക്കെതിരായിട്ട് പറഞ്ഞവരെ പോലും നശിപ്പിക്കുവാൻ മോശയും അഹരോനും ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായിട്ട് ഇടിവിൽ നിന്ന മറ്റൊരു വ്യക്തി, നാം ഇന്ന് രാവിലെ കാലം നമ്മുടെ കർത്താവിനെ ആരാധിച്ചു. പാപികളായിരുന്ന നമുക്ക് വേണ്ടി, പാപിയായിരുന്ന എനിക്ക് വേണ്ടി പരിശുദ്ധനായ ദൈവത്തിന്റെ മധ്യത്തിൽ കാൽവരി ക്രൂശിൽ നിന്ന നമ്മുടെ കർത്താവാണ്. സകല ലോകത്തിനു വേണ്ടി ഇടിവിൽ നിന്ന നമ്മുടെ കർത്താവ് എൻ്റെ പാപങ്ങളെ, നമ്മുടെ പാപങ്ങളെ ചുമന്നഴിക്കുവാൻ ഞാനും നമ്മൾ ഓരോരുത്തരും ഏറ്റ ആ ഏൽക്കേണ്ടിയിരുന്ന വലിയ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവക്രോധത്തിന് നടുവിൽ ഇടിവിൽ നിന്ന ഒരു വലിയവനായിരിക്കുന്ന കർത്താവ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ധനവാനെയും ലാസറിനെ കുറിച്ച് കാണുവാൻ കൊണ്ട് കഴിയും. ധനവാനും ലാസറും, അവർ അബ്രഹാം പിതാവും ധനവാനും തമ്മിലുള്ള സംഭാഷണം നമുക്ക് അവിടെ അറിയാം. ലാസറിനെ അവന്റെ കൈവിരൽ വെള്ളത്തിൽ മുക്കി ഈ നരകത്തിലേക്ക് വിടണം, അവൻ എൻ്റെ വായെന്ന് തണുപ്പിക്കുവാൻ തക്കോണെന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട്,
ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ വലിയൊരു പിളർപ്പുണ്ട്. ആരും ആഗ്രഹിച്ചാലും അവിടെ നിന്നാർക്കും ഇങ്ങോട്ടും ഇവിടെ നിന്നാർക്കും അങ്ങോട്ടും പോകുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള വലിയ പിളർപ്പിലാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിന്നത്. കാൽവരി ക്രൂശിൽ അവൻ എൻ്റെ പാപങ്ങളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് നാം അനുഭവിക്കേണ്ടുന്ന ശിക്ഷാവിധി ദൈവക്രോധത്തിന് മുമ്പിൽ അവൻ ഏറ്റത്. അതെ, അവൻ ആ ഇടിവിൽ നിന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ സമയം ഏറിയ സന്തോഷത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം അർപ്പിക്കുവാൻ നാം യോഗ്യരായി തീർന്നത്. നാം ഇന്ന് രാവിലെ വായിച്ചതുപോലെ നാം അന്ധകാരത്തിലായിരുന്നു, ഇരുളിലായിരുന്നു. എന്നാൽ അത്ഭുത പ്രകാശത്തിലേക്ക്, പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ചത് ആ പുത്രനായിരിക്കും ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പിതാവിന്റെ ക്രോധത്തിന്റെ മധ്യത്തിൽ ഇടിവിൽ നിന്നത് കൊണ്ടാണ്. പാപികളായിരുന്ന നമുക്ക് വേണ്ടി അവൻ ആ ഇടിവിൽ നിന്നത് കൊണ്ടാണ് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും ഇടിവിൽ നിന്ന മറ്റൊരു വ്യക്തി അബ്രഹാമാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 17ഉം 18ഉം അധ്യായങ്ങളിൽ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 17-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ് വാഗ്ദത്ത സന്തതിയെ കുറിച്ച്. 75-ാം വയസ്സിൽ ദൈവ വിളി കേട്ട് ദൈവികമായ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാം ഇപ്പോൾ 99 വയസ്സുള്ളവനാണ്. എന്നാൽ ഇവിടെ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ്. 17-ാം അധ്യായത്തിന്റെ 16ഉം 17ഉം വാക്യങ്ങളിൽ അവളെ സാറായി എന്നല്ല, സാറ എന്ന് വിളിക്കണം, ഞാൻ അവളിൽ നിന്ന് നിനക്കൊരു സന്തതിയെ നൽകും, അവരുടെ ജാതികൾക്ക് മാതാവായി തീരുമെന്നൊക്കെ പറഞ്ഞു. 17-ാം വാക്യത്തിൽ അബ്രഹാം കവിണ് വീണ് ചിരിക്കുകയാണ്. 100 വയസ്സുള്ള എനിക്ക് 90 വയസ്സുള്ള സാറയ്ക്കും ഇനിയും ഒരു സന്തതി ജനിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് താൻ വളരെയധികം ചിരിക്കുന്നതായിട്ട്, അഥവാ അതിനെ ലാഘവത്തോടെ കാണുന്നതായിട്ട് കഴിയും. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം തന്റെ കൂടാരത്തിന്റെ വാതിക്കൽ ഇരിക്കുകയും 3 ദൈവദാസന്മാർ അഥവാ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 3 പുരുഷന്മാരെ കണ്ടു. വളരെ ഹാർദവമായി അവരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അബ്രഹാമിനോട് ആ വാഗ്ദത്ത സന്തതിയെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ അനേക വർഷമായി താൻ കേൾക്കുവാൻ ആഗ്രഹിച്ച ആ വലിയ സന്തോഷം, തനിക്ക് ഒരു വാഗ്ദത്ത സന്തതി ലഭിക്കുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം താഴോട്ട് നാം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 17-ാം വാക്യത്തിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. ഞാൻ ചെയ്യാതിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ എന്ന് പറഞ്ഞ ശേഷം സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് അവരോട് പറയുകയാണ്. സാധാരണഗതിയിൽ അതിനുശേഷം അവർ മടങ്ങിപ്പോയി. സാധാരണഗതിയിൽ നമുക്ക് അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിച്ചാൽ കഴിഞ്ഞ അനേക ദിവസമായി നാം ആഗ്രഹിച്ച ആ സന്തോഷത്തെ നാം ലഭിച്ചാൽ നാം ഭവനത്തിൽ കടന്നു തന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ആ സന്തോഷം പങ്കിടും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിന്റെ 22-ാം വാക്യത്തിലേക്ക്, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് കേട്ടപ്പോൾ തനിക്ക് തന്റെ ഭവനത്തിൽ പോയി തന്റെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം ആഘോഷിക്കുവാനല്ല, സൊദോം ഗൊമോറയുടെ നാശത്തെ കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ തന്നെ ഇടിവിൽ നിൽക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തെ, വാഗ്ദത്തത്തെ നിവൃത്തിയാകുവാനുള്ള വാക്കുകളാണ് ദൈവദാസന്മാർ പറഞ്ഞത്. എന്നാൽ ആ സന്തോഷം തന്റെ ഭവനക്കാരുമായി പങ്കിടുന്നതിനേക്കാൾ ഉപരിയായി സൊദോം ഗൊമോറയുടെ നാശത്തെ, അവരെ വിടുവിക്കുക എന്നുള്ള, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം താൻ ഇവിടെ ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം യഹോവയോട് താൻ സംസാരിക്കുകയാണ്. 50, 45, 40, 30, 20, 10, അടുത്ത സംഖ്യ 5 ആണ്. 5 ചോദിച്ചാലും ഇല്ല, 4 പേരെ അവരുള്ളൂ. അതിനുശേഷം നാം ഇങ്ങനെ കാണുന്നു, അബ്രഹാമിനോട് യഹോവ അരുളി ചെയ്ത ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാം തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. നശിച്ചു പോകുന്ന ഒരു ജനത്തിനു വേണ്ടി, നശിച്ചു പോകുന്ന തന്റെ സഹോദര കുടുംബത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, തന്റെ സന്തോഷത്തെക്കാൾ ഉപരിയായി അവരുടെ രക്ഷയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു അബ്രഹാം. അതിനുശേഷം
19-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ലോത്തിനെ ദൈവം വിടുവിച്ചെങ്കിൽ അബ്രഹാം ഇടിവിൽ നിന്നതുകൊണ്ടാണ്. അബ്രഹാം ഇടിവിൽ നിന്നത് ഓർത്താണ് ലോത്തിനെയും കുടുംബത്തെയും ദൈവം വിടുവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ഈ ലോകത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചിലരെ ഈ ദിവസങ്ങളിൽ ദൈവം അതിനായിട്ട് ആഗ്രഹിക്കുകയാണ്. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു. അഹരോനും മോശയും തങ്ങളുടെ ശത്രുക്കൾ തങ്ങൾക്കെതിരായിട്ട് പറഞ്ഞ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്നു. അബ്രഹാം തന്റെ സഹോദരപുത്രനും ആ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സകല ലോകത്തിന്റെയും പാപത്തിനായി പിതാവിന്റെ ക്രോധത്തിന് കാരണഭൂതനായി തീരുവാൻ കാൽവരി ക്രൂശിൽ ഇടിവിൽ നിന്നു. ഇന്ന് രാവിലെ സമയം ദൈവം നമ്മെ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വ്യക്തി ഇടിവിൽ നിന്നത് ഇയ്യോബാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം: എന്നാൽ വിശുദ്ധ നാളുകൾ വട്ടം തിരിയുമ്പോൾ ഇയ്യോബ് പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. വാസ്തവത്തിൽ ഇയ്യോബിന്റെ മക്കൾ പാപം ചെയ്തെന്നോ ദൈവത്തെ ത്യജിച്ചോന്നോ എന്നിവിടെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അവർ ത്യജിക്കുവാൻ കാരണമായിരിക്കാം, ത്യജിച്ചു പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ഇയ്യോബ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയോ അധിക സമയം ദൈവസന്നിധിയിൽ നാം ജാഗരിക്കേണ്ടതായിട്ടുണ്ട്. നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്ക് മുമ്പിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ മാതാപിതാക്കളായിരിക്കുന്ന നമുക്ക്, നമ്മുടെ സഭയിലെ സഹോദര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചാർച്ചക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം എന്റെയും നമ്മളുടെ ഓരോരുത്തരെയും മുമ്പിലുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇയ്യോബ് തന്റെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പാപം ചെയ്തു പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളത്. അവരെ ഈ നശിച്ച ലോകത്തിൽ അവരോടൊപ്പം ലോകത്തിന് അനുരൂപരായി തീരാതിരിപ്പാൻ, ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ചിലരെ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ വലിയൊരാവശ്യമാണ് പ്രിയപ്പെട്ടവരെ, ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ, മധ്യസ്ഥരാകുവാൻ, ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുക. നാം ഈ വിളി ഇന്ന് ഏറ്റെടുക്കുമോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് തുടങ്ങാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ജാഗരിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയിലെ യുവജനങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ജാഗരിക്കാം. വീണ്ടും പെട്ടെന്ന് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകട്ടെ. ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന മറ്റൊരു വ്യക്തി നെഹമ്യാവാണ്. നെഹമ്യാവ് ശൂശൻ രാജധാനിയിൽ യാതൊരു പ്രയാസവും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടെ താൻ കഴിഞ്ഞു പോകുകയായിരുന്നു. തനിക്ക് യാതൊരു കുറവുമില്ല. എന്നാൽ തന്റെ ദേശത്ത് നിന്ന് ചിലർ അവിടെ കടന്നു വന്നു. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് നാം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ചില വർത്തമാനങ്ങൾ കേൾക്കുകയാണ്. തന്റെ ദേശം, അതേ ആ യെരുശലേം പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, അതിന്റെ മതിലുകളൊക്കെ ഇടിഞ്ഞ് അതിന്റെ ഓടാമ്പലുകളൊക്കെ തീവച്ച് വളരെ കഷ്ടതയിലായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ താൻ ഇരുന്ന് കരഞ്ഞ് ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. തനിക്കെന്ത് നഷ്ടം? താൻ ശൂശൻ രാജധാനിയിലാണ്, തനിക്ക് യാതൊരു കുറവുകളുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നെഹമ്യാവ് തന്റെ ജനം, തന്റെ പട്ടണം അത് ഏറ്റവും പ്രയാസത്തിലാണെന്ന് കേട്ടപ്പോൾ
താൻ ഇരുന്ന് കരഞ്ഞ് ഉപവസിക്കുകയാണ്, വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ സുഖസൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് താൻ ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്മയുള്ളവനായി ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണ്. ആർക്ക് വേണ്ടി? തന്റെ സഹോദര വർഗത്തിന് വേണ്ടി, തന്റെ പട്ടണത്തിന് വേണ്ടി. അവിടെ പ്രവാസത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ചിലരുണ്ട്. അവർ വളരെ കഷ്ടതയിലായിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവർക്ക് വേണ്ടി കരയുന്ന ഒരു നെഹമ്യാവ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അനേക സംസ്ഥാനങ്ങളിൽ അനേക ദൈവമക്കൾ ഒരു ബെയിൽ പോലും കിട്ടാതെ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഝാൻസിയിൽ ഒരു സഹോദരൻ കഴിഞ്ഞ് 8 മാസമായിട്ട് ജയിലിലാണ്. 8 മാസമായിട്ട് തനിക്ക് ഇതുവരെയും ബെയിൽ കിട്ടിയിട്ടില്ല. അതുപോലെ അനേകര് അത് ഏത് ക്രിസ്തീയ സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും, പെന്തക്കോസ്തുകാരാകാം, അത് കത്തോലിക്കരാകാം, CSI, ESI, ECI, ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുള്ള അനേകരിന്ന് ബെയിൽ പോലും ജാമ്യം പോലും കിട്ടാതെ ജയിലറകളിലായിരിക്കുകയാണ്. അവർ കഷ്ടത്തിലായിരിക്കുകയാണ്. കർത്താവിനെ ആരാധിക്കുവാൻ തടസ്സങ്ങളുണ്ട്. നമ്മുടെ ബ്രദറൻ ചർച്ച് ഉൾപ്പെടെ അനേക ഭവനങ്ങളിൽ നടന്നു വന്ന ചർച്ചുകൾ നിന്നിരിക്കുകയാണ്. ഓൺലൈനാക്കി മാറ്റേണ്ട സാഹചര്യമാണ് ഉത്തർപ്രദേശിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നെഹമ്യാവിനെ പോലെ നമുക്ക് യാതൊരു കുറവുമില്ല. നാം സന്തോഷത്തോടെയാണ്, നാം രാജസന്നിധിയിലാണ്. സകലമായ എല്ലാം അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നെഹമ്യാവ് തന്റെ അനുഗ്രഹങ്ങളെക്കാൾ ഉപരിയായി തന്റെ സഹോദരന്മാർ അവർ കഷ്ടതയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇരുന്ന് കരയുക, അവർക്ക് വേണ്ടി ഉപവസിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ജാഗരിക്കുക, ഇടിവിൽ നിൽക്കുവാൻ നെഹമ്യാവ് തിരിഞ്ഞു. ഇന്ന് സഭ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന വേണ്ടി ഇതുപോലെ ഇടിവിൽ നിൽക്കുവാൻ സഭയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ അവരിൽ നിന്ന് ഒരാളെയെങ്കിലും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിളി കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കുമോ? വീണ്ടും ഞാൻ മുമ്പോട്ട് പോകട്ടെ. എസ്രാ നബി, എസ്രാ 9-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഇസ്രയേൽ അവരെ കനാൻ ദേശത്താക്കി ദൈവം അവരോട് പറഞ്ഞു, ഈ ജനത്തോട് നിങ്ങൾ ഇടകലരരുത്, നിങ്ങളുടെ പുത്രിമാരെ ഇവിടെയുള്ളവർക്ക് വിവാഹത്തിന് കൊടുക്കരുത്, നിങ്ങളുടെ പുത്രന്മാർക്ക് ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യരുത്, ജാതികളോട് ഇടകലരുതെന്ന് പറഞ്ഞു. എന്നാൽ വളരെ സങ്കടകരമായിരിക്കുന്ന കാര്യം, അവർ ആ ദേശത്തിലെ ജനത്തോട് ഇടകലർന്ന് ദൈവികമായിരിക്കുന്ന ആജ്ഞ അവഗണിക്കുകയും, അത് മാത്രമല്ല അവരുടെ ദേശത്തിലെ അതിന്റെ 9-ാം അധ്യായം, എസ്രാ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ, പ്രഭുക്കന്മാരുടെയും പ്രമാണിമാരുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു. കേവലം ദേശത്തിലെ ജനങ്ങളല്ല, പ്രഭുക്കന്മാരും പ്രമാണിമാരും ദൈവ കൽപ്പന ലംഘിക്കുന്നതിൽ ഒന്നാമതായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി എൻ്റെ തലയിലും താടിയിലുമുള്ള ലോമം വലിച്ച് സ്തംഭിച്ചിരുന്നു. പ്രവാസികളുടെ അകൃത്യ നിമിത്തം ഇസ്രയേലിന്റെ ദൈവം വചനത്തിങ്കൽ വിറയ്ക്കുന്നവരെയും എൻ്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞതെന്തെന്നാൽ, ഇവിടെ എസ്രാ നബി ഈ സങ്കടകരമായിരിക്കുന്ന അകൃത്യത്തെ കുറിച്ച് കേട്ടപ്പോൾ താൻ ദൈവസന്നിധിയിൽ ഏറ്റവും ദുഃഖിതനായി തന്റെ വസ്ത്രമൊക്കെയും കീറി അത് രട്ടെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആത്മതപനത്തോടുകൂടി അവൻ സ്തംഭിച്ചിരിക്കുകയാണ്. തന്റെ കൈകളെ ഉയർത്തി താൻ മുട്ടുകൊത്തി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എസ്രാ നബിയെ പോലെ ദൈവജനത്തിന്റെ മധ്യത്തിൽ എന്ന് കണ്ടുവരുന്ന ദുഷ്ടപ്രവണതകളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവിക കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എസ്രയെ പോലെ ആത്മഭാരത്തോടുകൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുകയാണ്.
മറ്റൊരു വ്യക്തി കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 3-4 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മൊർദെഖായിയെ നമുക്ക് കാണുവാൻ കഴിയും. ഹാമാൻ മുഖാന്തരം കേവലം മൊർദെഖായിക്ക് മാത്രമല്ല ആ ജനത്തിനൊക്കെയും വലിയൊരു നാശം സംഭവിക്കുവാൻ പോവുകയാണ്. ഹാമാൻ അധികാരം ലഭിച്ചു ആ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ. അവന് രാജാവിന്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്രയിട്ടു. ഇത് കേട്ടപ്പോൾ ഏറ്റവും ദുഃഖിതനായി മൊർദെഖായി ആയിരിക്കുകയാണ്. രട്ടെടുത്ത് ഊഴി വാരിയിട്ടുകൊണ്ട് അവൻ നടക്കുകയാണ്, വിലപിച്ചുകൊണ്ട് നടക്കുകയാണ്. എസ്തേർ രാജ്ഞിയായിരിക്കുന്നു. എസ്തേർ ഈ വിവരം അറിഞ്ഞു മൊർദെഖായിയുടെ അരികിലേക്ക് വന്നു. എന്നാൽ മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു വാക്കുണ്ട്. അതെ, ഈ രാജസ്ഥാനത്ത് വന്നത് എന്തിനു വേണ്ടിയാണെന്നവളെ ഓർപ്പിക്കുക. അതിനുശേഷം എസ്തേർ മൊർദെഖായിയോട് പറയുന്നുണ്ട്, അടുത്ത 30 ദിവസത്തേക്ക് രാജാവിന്റെ സന്നിധിയിലേക്ക് എന്നെ വിളിച്ചിട്ടില്ല. ആരെങ്കിലും രാജാവിന്റെ സന്നിധിയിൽ വിളിക്കാതെ ചെന്നാൽ രാജാവ് തൻ്റെ ചെങ്കോൽ നീട്ടിയാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. എന്നാൽ ഇവിടെ 16-ാം വാക്യത്തിന്റെ അവസാന വാക്യം പറയുകയാണ്, പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. തൻ്റെ ജനത്തെ, തൻ്റെ ഉപ്പാപ്പനായിരിക്കുന്ന മൊർദെഖായിയെ മാത്രമല്ല താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന യഹൂദ വംശത്തെ രക്ഷിക്കുവാൻ ഇവിടെ പറയുകയാണ്. ഒരു ഉപവാസം, അടുത്ത ചില ദിവസങ്ങൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലും, ഞാൻ രാജാവിന് മുമ്പിൽ ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിൽക്കും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. സ്വന്തം നാശം സംഭവിച്ചാലും എൻ്റെ ജനത്തിന് ഒരു നാശം സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടിവിൽ നിൽക്കുന്ന ഒരു എസ്തേർ. പ്രിയപ്പെട്ടവരെ, ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയും. മോശയ്ക്ക് വലിയൊരു ഓഫർ ലഭിച്ചുവെങ്കിലും ആ ഓഫറിനേക്കാൾ ഉപരിയായി തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ, താൻ വീണ്ടെടുത്തുകൊണ്ടുവന്ന ദൈവജനത്തെ വിടുവിക്കുവാൻ അവൻ ഇടിവിൽ നിൽക്കുകയാണ്. തനിക്കെതിരായി പെറുപെറുത്ത, അഹരോനെതിരായി പെറുപെറുത്ത തൻ്റെ സഹോദര വർഗത്തെ വിടുവിക്കുവാൻ അവർ മരിച്ചവർക്കും ജീവനുള്ളവർക്കും ഇടയിൽ നിൽക്കുകയാണ്. അബ്രഹാം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കേട്ടിട്ടും ആ സന്തോഷത്തിൽ സന്തോഷിക്കാതെ ദൈവസന്നിധിയിൽ സോദോമിനും ഗോമോരയ്ക്കും ലോത്തിനും കുടുംബത്തിനും വേണ്ടി ജാഗരിക്കുകയാണ് നാം വായിച്ചു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. ഇയ്യോബ് തന്റെ പുത്രന്മാർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി ജാഗരിക്കുന്നു. നെഹമ്യാവ് തന്റെ പട്ടണത്തിനും തന്റെ സഹോദരന്മാർക്കും വേണ്ടി ജാഗരിക്കുന്നു. എസ്രാ തന്റെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവർ പാപം ചെയ്ത് ദൈവത്തോട് അന്യായം കാണിക്കുമ്പോൾ, അതിക്രമം കാണിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. എസ്തേറും മൊർദെഖായിയും അവർ ദൈവജനത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. വലിയവനായിരിക്കുന്ന ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവരി ക്രൂശിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇടിവിൽ. പ്രിയപ്പെട്ടവരെ, നാം എസെക്കിയേൽ പുസ്തകം 22-10 വാക്യത്തിൽ വായിക്കുന്നു, ഒരുവനെ ദൈവം അന്വേഷിക്കുകയാണ്, ആരെയും കണ്ടില്ല താനും, അതുകൊണ്ട് ഞാൻ എൻ്റെ ക്രോധത്തിൽ അവരെ നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നശിച്ചു പോകാതിരിക്കാൻ ദൈവം ചിലരെ ഇന്ന് രാവിലെ സമയം, ആ കർത്താവേ, ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാം, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, കഷ്ടം അനുഭവിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാമെന്ന് പറയുക. അവർക്ക് വേണ്ടി ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ ഇടിവിൽ നിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതെ, അബ്രഹാം ഇടിവിൽ നിന്നതുകൊണ്ട് ലോത്തും കുടുംബവും രക്ഷപ്പെട്ടു. മോശ ഇടിവിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളും അഹരോനും രക്ഷപ്പെട്ടു. മോശയും അഹരോനും ഇടിവിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ആ ബാധ അടങ്ങി. നമ്മുടെ കർത്താവ് ഇടിവിൽ നിന്നുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് സന്തോഷത്തോടെ ദൈവമക്കൾ എന്ന നിലയിൽ ആയിത്തീരുവാൻ ദൈവം ഇടയാണ്. തുടർന്നും നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ദൈവം തരുന്ന നന്മകളിൽ ആനന്ദിക്കുന്നതോടൊപ്പം കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കർത്താവിന്റെ വിളി കേൾക്കുവാൻ, അതിനായി സമയം നീക്കി വെക്കുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇനിയും വരുന്ന കാലഘട്ടം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ എല്ലാം അറിയുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം നമുക്കുണ്ട്. അവൻ്റെ കരങ്ങളിൽ ഞങ്ങൾ താണിരിക്കുന്നു. ദൈവഹിതപ്രകാരം ജീവിച്ചവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.